എല്ലാവർക്കും എൻ്റെ ഏറ്റവും വലിയ നമസ്കാരം. എല്ലാവരുടെയും അനുവാദത്തോടുകൂടി വളരെ പ്രധാനപ്പെട്ട ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന യുക്തിവാദികളും അല്ലാത്തവരുമായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, പ്രദീപ് ഒന്ന് പറഞ്ഞു വെച്ചുപോയ ഒരു കാര്യമാണ്. അതായത് ഈ സമരം യുക്തിവാദികൾക്ക് വേണ്ടിയുള്ള സമരമേ അല്ല. തൊട്ടപ്പുറത്തെ കർഷക തൊഴിലാളികൾ സമരം നടന്നുണ്ട്. ആ സമരം അവർക്ക് വേണ്ടിയുള്ള സമരമാണ്, കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സമരമാണ്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്ത് നടത്തുന്ന എല്ലാ സമരങ്ങളും ആ സമരക്കാർക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ ഈ സമരം ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല. അതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സമരം? ഈ സമരം യുക്തിവാദത്തെ സമ്പൂർണ്ണമായിട്ട് എതിർക്കുന്ന ആളുകൾ കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ശത്രുക്കൾക്ക് കിട്ടുന്ന സമരമാണ് ഇവിടെ നടത്തുന്നത് എന്നാണ് ആശയം. അവർ ശത്രുക്കളല്ല, മിത്രങ്ങൾ തന്നെയാണ്. ബ്ലഡ് പരിശോധിച്ചാൽ നമ്മളെ ആരുടെയും ബ്ലഡ് ഒന്ന് തന്നെയായിരിക്കും. അതൊക്കെ ശരിയാണെങ്കിൽ കൂടി ആശയപരമായിട്ട് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന ആളുകളാണ്. അത് ആശയപരമായിട്ട് വിഭിന്നരായ ആളുകൾക്ക് വേണ്ടി നടക്കുന്ന സമയമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരാണ് ഈ മന്ത്രവാദിയെ കാണാൻ പോകുന്നത്? മന്ത്രവാദിയെ കാണാൻ പോകുന്ന വിശ്വാസികളാണ്, ദൈവവിശ്വാസികളാണ്, മതവിശ്വാസികളാണ്. ആ മന്ത്രവാദികളെ കാണുകയും മന്ത്രവാദികളുടെ ക്രൂരമായ പീഡനമുറകളേറ്റ് മരിക്കുകയും ചെയ്യുന്ന ആരാണ്? അവരും വിശ്വാസികളാണ്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസികൾക്ക് ജീവനാശം ഉണ്ടാവുന്ന കാര്യമാണ് ഈ ദുർമന്ത്രവാദം എന്നുള്ളത് കൊണ്ട് അത് നിർത്തലാക്കണമെന്ന് പറയേണ്ടുന്ന ബാധ്യത വാസ്തവത്തിൽ വിശ്വാസികൾക്കാണുള്ളത്. പക്ഷെ അതാരും പറയൂല. അതിന് പേര് നമ്മൾ പറയാം. ഇനിയിപ്പോൾ എന്നാണ് ഈ നിയമം ഈ കേരളത്തിൽ നടപ്പിലാക്കുക? കേരളത്തിൽ ഈ നിയമം നടപ്പിലാക്കുക സമയമായില്ല എന്ന് പറഞ്ഞാൽ ഈ നിയമം കൊണ്ടുണ്ടാകുന്ന